ഉള്ളവര് കരമൊക്കെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവൻ ദൈവസന്നിധിയിൽ ഇന്ന് കടന്നു വരത്തക്കവണ്ണം ദൈവം ഒരുക്കിയ എല്ലാ സ്നേഹത്തിനായി നന്ദി. സമയം പറഞ്ഞു പോകുന്നത് കൊണ്ട് അവന്റെ എന്നെ കാണാൻ കർത്താവിലേക്ക് സ്തോത്രം പറ്റുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. അവൻ സ്വന്തം നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെത്തിരിക്കാം. ഈ മാസ പരിശുദ്ധമാ പറയുന്ന കണ്ണീരോടെ വിതച്ചാൽ എന്ത് ചെയ്യും? ആർക്കൊടുക്കുകയും കൊയ്ത്ത് അല്ലെ വളർച്ച അല്ലെ ഫ്രൂട്ട്ഫുൾനെസ് ഗ്രോത്ത് എന്നുള്ള വിഷയം ഈ മാസം കർത്താവ് പറയുന്നു. Sowing and tears is needed for a beautiful growth. സ്വന്തം അങ്ങനെയാണെങ്കിൽ ആത്മീയ വളർച്ചയ്ക്കും അത് തന്നെയാണ്. കണ്ണീരിൽ വിതയ്ക്കുന്ന ഒരു വിധ നിന്റെ സ്പിരിച്വൽ ഗ്രോത്തിനും വളരെ ആവശ്യമാണ്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. ആധാരമായ ആദ്യത്തെ വാക്യം Psalm 61 verse 1 and 2. സ്വന്തം അതിനുശേഷം ഇന്ന് വായിച്ച സങ്കീർത്തനം അതിന്റെ 8ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Psalms. Hear my cry, O God. Listen to my prayer. From the end of the earth I call to thee when my heart is faint. Lead thou me to the rock that is higher than I. മതി. അവിടെ നിർത്താൻ സ്തോത്രം ചെയ്യുന്നു. അവിടെ നാം വായിച്ച വാക്യം സ്വന്തം മലയാളത്തിൽ ഒന്ന് വായിച്ചാൽ ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണം. ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണത്. ജീവിതത്തിൽ യഹൂദ മരുഭൂമിയിൽ ഇരുന്ന് ചമച്ച ഒരു സങ്കീർത്തനം അവൻ സ്വന്തം ചെയ്യുന്ന അടുത്ത വാക്യം. അപ്പം ഓർത്തോണം, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എന്നതിനു വേണ്ടി എനിക്ക് അത്യുന്നതമായ ഒരു പാറയിലേക്ക് എന്നെ നടത്താം. അടുത്തതായിട്ടൊരു വാക്യം വായിക്കാം. ഇന്ന് വായിച്ച 56ാം സങ്കീർത്തനത്തിന്റെ 8ാമത്തെ വാക്യം. Psalm 56. എന്റെ കണ്ണുനീർ നിന്റെ ദുരിതയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ? You count my wanderings. എന്റെ ഉഴൽച്ചകൾ ഞാൻ അലഞ്ഞ് കറങ്ങി തിരിഞ്ഞനാഥനെ പോലെ നടക്കുന്ന ഓരോ ഉഴൽച്ചകളെയും നീ കൗണ്ട് ചെയ്യുന്നു. എന്ത് പറയാ? ലോർഡ്, എന്റെ കണ്ണുനീര് നിന്റെ ആ പാത്രത്തില് നീ കളക്ട് ചെയ്യണേ. നീ കരയുന്ന ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ കരച്ചിലുകൾ കണ്ണീരുകൾ നീ ഉടഞ്ഞപ്പോൾ, നീ വേദനിച്ചപ്പോൾ, ശത്രുവിന്റെ ഹൃദയത്തെ ഉടച്ചപ്പോൾ നീ പൊട്ടിക്കരഞ്ഞത്. പക്ഷെ ഒരു കാര്യം, മുതലക്കണ്ണീര് പോലെ സെൽഫിറ്റിയിൽ കരയല്ലേ. നീ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ സങ്കടങ്ങൾ ശത്രു വരുത്തുമ്പോൾ നീ പോയി ദിവസം ഇരുന്നിട്ട് വചന നമ്മൾ കേട്ടു. വചനവാഗ്ദത്തങ്ങളെ പിടിച്ച് കർത്താവേ എന്നെല്ലാം ആശ്രയിക്കുന്ന ഹൃദയം പേടിക്കുമ്പോൾ, ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും? ആശ്രയിക്കും. ഹൃദയം ക്ഷീണിക്കും, ഭൂമിയിൽ എന്ത് ചെയ്യും? വിളിച്ചപേക്ഷിക്കും. പറയുക, എന്റെ കണ്ണുനീർ കളക്ട് ചെയ്യണേ, എന്റെ കണ്ണുനീർ കളക്ട് ചെയ്യണേ. കുഞ്ഞെ, കണ്ണീരോടെ വിതച്ചാൽ നീ എന്ത് ചെയ്യും? എന്നിട്ട് പറയുക, isn't it told in your book? കർത്താവിന്റെ പുസ്തകത്തിൽ ഇതുണ്ട്. നിന്റെ ടീയേഴ്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ആ ടീയേഴ്സ് ദൈവത്തോട് നിലവിളിക്കുന്ന കണ്ണുനീര്. ലോകത്തിലെവിടെയും ടീയേഴ്സിനെ കളക്ട് ചെയ്യുന്നവല്ല. പക്ഷെ ബൈബിൾ കാണാം, ദൈവമക്കളുടെ ടീയേഴ്സിനെ കളക്ട് ചെയ്തു. ലോകത്തിലെയും അനേകരെ സഹായിച്ചതായിട്ട് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ മാത്രമല്ല ദൈവം ഒഴിപ്പിച്ചത്. പക്ഷെ ബൈബിൾ പറയുന്നു, എക്സോഡസിൽ പറയുന്നു, എന്റെ ജനത്തിന്റെ കരച്ചിൽ ഞാൻ കേട്ടു, കഷ്ടം ഞാൻ കണ്ടു, കരച്ചിൽ ഞാൻ കേട്ടു, അവരുടെ സങ്കടം ഞാൻ അറിയുന്നു. ഓർത്തോണം, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? നിന്റെ കണ്ണുനീർത്തിലാക്കി വെക്കണമേ. അടുത്തതായിട്ട് നമുക്ക് ദൈവത്തിലേക്ക് തിരിയാം. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകത്തില് 20 ബുക്ക് ഓഫ് ജനസിസ് വായിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ടും കരഞ്ഞ ചില മാതാക്കന്മാരെ നിങ്ങൾ ഓർപ്പിക്കാനും അവർക്ക് കിട്ടിയ അന്തം നിങ്ങളൊന്ന് കാണാൻ. നീ കണ്ണീരോടുകൂടി വിതച്ചാൽ നിനക്ക് ആർപ്പോടുകൂടി കൊയ്ത്തുണ്ടെന്ന് അറിയാൻ. മദേഴ്സ് ഡേ ആയതുകൊണ്ട് ഏറ്റവും നല്ല മദർ നമ്മുടെ സുഖിയ ദൈവമാണ്. കാരണം പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം. മദേഴ്സ് ഡേ വരുമ്പോൾ ആരും സ്വർഗീയ പിതാവിനെ ഓർക്കാറില്ല. ഞാൻ ഫാദേഴ്സ് ഡേ പിതാവിനെ പറയും, പക്ഷെ മദേഴ്സ് ഡേയിലും നിന്റെ ദൈവത്തെ നീ എന്ത് ചെയ്യണം? ഓർക്കണം. ബൈബിൾ പറയുന്നു, അവൻ സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാൻ, പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറക്കും. അവൾ മറന്നാലും മറക്കാത്ത സ്വർഗീയ ദൈവത്തിന് മാറും സ്നേഹം. ഒരുപാട് ഈ ലോകത്തിൽ ആരെല്ലാം അമ്മയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റും, മറന്നാലും ദൈവം പറയുക അതിനേക്കാൾ സ്നേഹിക്കുന്ന സ്നേഹം. ലെറ്റ്സ് ഗോ ടു ജനസിസ് ചാപ്റ്റർ 21, 21-ാം അധ്യായം. സ്തോത്രം ചെയ്യുന്നു. അതിന്റെ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 16, 17, അതിന്റെ 19 സ്തോത്രം ചെയ്യുന്നു. വാക്യങ്ങൾ വായിച്ചിട്ട് അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കക്കരഞ്ഞു. എതിരെ ഇരുന്ന്
ഉറക്കെ കരഞ്ഞു. ഇനി 19ാമത്തെ വാക്യം വായിച്ചേക്കാം. ദൈവം അവളുടെ കണ്ണു തുറന്നു. 18ാമത്തെ വാക്യം കൂടി. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചുകൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അവൻ ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. എന്റെ താഴ് വായിക്കുമ്പോൾ ആ ബാലനോട് കൂടെ ദൈവം ഇരുന്ന് അവനെ വലിയ ജാതിയാക്കിയ കഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. സമയം പോകുമ്പോൾ നമുക്ക് പോകാം. എബ്രായ ലേഖനത്തിലേക്ക് പോകാം. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11 അതിന്റെ 22 and 23 ആണെന്ന് തോന്നുന്നു. നോക്കിക്കോട്ടെ. അമ്മ ചെയ്യുന്നു. ഹീബ്രൂസ് ചാപ്റ്റർ 11 22 and 23 ഒന്ന് വായിച്ചാട്ടെ. അല്ലല്ല 11ന്റെ അതിന്റെ 23 and 24. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. നമുക്ക് ഇനി 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് പോകാം. ഫസ്റ്റ് സാമുവേൽ 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ അമൻസ്തോത്രം ചെയ്യുന്നു. അതിന്റെ 15 അതിന്റെ ഒരു 13 മുതൽ താഴോട്ട് വായിച്ചാൽ 13 മുതൽ എന്റെ 17 വരെ വായിക്കും. അന്നാ ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്ര ചെയ്തത്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാവുന്നു സംസാരിച്ചത്. അതിന് ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഇനി നമുക്ക് അവൻ സ്വന്തം ചെയ്യുന്നു. 1 ശമൂവേൽ 3:19 കൂടെ നമുക്കൊന്ന് വായിക്കാം. അതിന് മുമ്പ് അതിലേക്ക് പോകുമ്പോ അവൻ സ്വന്തം ചെയ്യുന്നു. 1-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 1-ാം അധ്യായത്തിൽ അതിന്റെ 25 മുതൽ 24 മുതൽ വായിച്ചോളൂ. 24 മുതൽ. അവന് മുലകുടി മാറിയ ശേഷം 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറ മാവും ഒരു തുരുത്തി വീഞ്ഞുമായി അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. ബാലനോ ചെറുപ്പമായിരുന്നു. അവർ കാളയെ അറുത്തിട്ട് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനോട് പറഞ്ഞത്, യജമാനനെ യജമാനനെ, യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്ത യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. എന്നാൽ ശമൂവേൽ വളർന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമായി പോകുവാൻ ഇടവരുത്തിയില്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, മദേഴ്സ് ഡേ ആയിട്ട് ഈ ലോകം കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ പെറ്റമ്മയെക്കാൾ ഒത്തിരി സ്നേഹിക്കുന്ന അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് അങ്ങയുടെ വചനത്തിൽ പുകഴുവാൻ ഒരവസരം കൂടി നാഥൻ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ വായിച്ച ഈ വചനങ്ങൾക്കെല്ലാമായി അങ്ങേ ആരാധിക്കുന്നു. എന്ന പകൽ കൃത്യമായി കർത്താവ് ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങളുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ സങ്കീർത്തനം 56 കൂടി ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട് സ്തോത്രം. അതങ്ങയുടെ പുസ്തകത്തിലുണ്ടെന്നും ഹല്ലേലൂയ. ആകാശവും ഭൂമിയും മാറിപ്പോയാലും അതിലെ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ നീക്കം വരില്ലെന്നും കർത്താവ് ഞങ്ങളോട് അരുളി ചെയ്തിരിക്കുന്നത് കൊണ്ട് നന്ദി. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ കർത്താവെ,
2026 മെയ് മാസം 10-ാം തീയതി ഞങ്ങൾ ഉത്സാഹത്തോടും വിശ്വാസത്തോടും ഹല്ലേലൂയ ഒരു നല്ല കൊയ്ത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് ക്രിസ്തുവാകുന്ന തലയോളം വളരുക മാത്രമല്ല, നാഥന്റെ കൊയ്ത്ത് ഈ ഭൂമിയിൽ അവൻ സ്വന്തം അവൻ റാപ്ചർ ദിവസം നടക്കുമ്പോൾ ഞങ്ങളും കർത്താവെ കാഹളധ്വനിയിൽ അങ്ങയോടൊപ്പം കാണപ്പെടത്തക്കവണ്ണം ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ ഞങ്ങളും ഓടി അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ വചനവുമായി കടന്നു വരും. നിന്ന് പകൽ ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് ദൈവകൃപ കൊണ്ട് പൊതിഞ്ഞാട്ട് മാനമോഹത്വന്റെ ശോഭിച്ചെടുത്താട്ട് നസ്രയനായ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിന്റെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവം തോന്നിക്കൊണ്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകുമാറാകണമേ. ആമേൻ. സന്തോഷമുള്ളവരെല്ലാവരും കരമത്തി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ മാസം പരിശുദ്ധാത്മാ പറയുന്നു, വളർച്ചയ്ക്ക് പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങൾക്കും ആവശ്യം കണ്ണീരോടെ ഒരു വിധ. അവൻ സ്വന്തം കണ്ണീരോട് വിതയ്ക്കുന്ന ഒരു വിധ. ഇന്ന് പകൽക്കാലം അതിനുള്ള ബന്ധത്തില് നാം കടന്നു വന്നപ്പോൾ മദേഴ്സ് ഡേ ആയതുകൊണ്ട് ആ വചനത്തെ അല്പം അതിനോട് ചേർക്കാൻ ആഗ്രഹിച്ചത് കൊണ്ട് 3 ക്യാരക്ടറുകളെ ബൈബിളിൽ നിന്ന് എടുത്തിട്ട് കണ്ണീരോടെ അവർ വിതച്ചപ്പോൾ അവർക്ക് കിട്ടിയ അവൻ കൊയ്ത്തിനെ കുറിച്ച് നിങ്ങളോട് ഒന്ന് പറയാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോൾ ഓർത്തോണം, ഇതിന്റെ ഇംപ്ലിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയെങ്കിൽ ഇന്ന് പകല് ഞാനും കണ്ണീരോട് വചനവാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചു വിതച്ചാൽ എനിക്കും ഒരു കൊയ്ത്ത്, ഒരു വിക്ടറി, ഒരു ജയം. ഹൗഡാത്തിയ. ഇന്ന് നിങ്ങൾ ഒട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന അളവിൽ നിങ്ങളുടെ കണക്കനുസരിച്ച് ഇന്ന് എത്താത്തൊരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഇന്ന് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ കണ്ണീരോടെ കർത്താവെ, ഞാൻ ആഗ്രഹിക്കും വണ്ണം എനിക്ക് വളരാൻ പറ്റുന്നില്ല. എന്നാൽ കർത്താവെ, നടുന്നവനും ഏതുമില്ല, നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന അവൻ കർത്താവത്രേ ദൈവമത്രേ കാര്യമെന്ന് പൗലോസ് പറയുന്ന അങ്ങനെയുള്ള വാഗ്ദത്തം നിങ്ങൾ മുറുകെ പിടിച്ച് എവിടെയെങ്കിലും പരാജയപ്പെടുന്നവരുണ്ടെങ്കിൽ, കർത്താവെ, ഞാൻ എന്റെ കണ്ണുനീര് നിന്റെ സന്നിധിയിൽ വെക്കുന്നു, എനിക്കും നിന്റെ സന്നിധിയിൽ വളരണം കൊതിയോട് അവൻ ഈ വചനം കേൾക്കുമ്പോൾ ഒന്നും പ്രാർത്ഥിക്കാനായിട്ടാണ് ഈ വചനം നമ്മൾ ചിന്തിക്കുന്നത്. ഒപ്പം മദേഴ്സ് ഡേ. ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കണം, മാതാക്കന്മാർക്ക് എപ്പോഴും ദൈവ സന്നിധിയിൽ അവർക്ക് വളരെ വലിയ വിലയുണ്ട്. അവൻ സ്വന്തം ഒരു വ്യക്തിയെ സ്വന്തം വളർത്താൻ ഒരു മാതാവിന്റെ കരം വളരെ ശക്തമാണ്. ഒരു കുടുംബത്തില് അപ്പനുണ്ട്, അപ്പനാണ് എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും സത്യം പറഞ്ഞാൽ കുടുംബം നടത്തുന്ന അപ്പനല്ല. നിങ്ങൾ ആത്മാവിൽ കണ്ടു കഴിഞ്ഞാല് ഒരിക്കലും പിക്ചറിലെങ്ങും വരാത്ത ഒരു അമ്മയുടെ കരത്തിൽ കൂടി ആ കുടുംബം സത്യം പറഞ്ഞാൽ ഓടുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ആത്മാവിൽ കണ്ടാലേ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ശലോമോൻ ഇത് പറഞ്ഞു കൊടുത്തു. അവൻ ലഘുവേൽ എന്നുള്ള സ്വന്തം ചെയ്യുന്നു ഒരു മനുഷ്യൻ സ്വന്തം ഒരു രാജാവിനെ കുറിച്ച് പറഞ്ഞാണ് പറയുന്നത്. പല അഭിപ്രായമുണ്ട്. പ്രോവർബ്സിൽ പറയുന്ന ലഘുവേല് സോളമൻ തന്നെ ആണെന്ന് അഭിപ്രായം പറയുന്നവരുണ്ട്. ഇല്ല, ഹിസ്കിയാവ് രാജാവാണെന്ന് പറയുന്നവരുണ്ട്. ഇല്ല, അത് ഒരു ജാതീയ രാജാവാണെന്ന് പറയുന്നവരുണ്ട്. ഇന്ന് പൽക്കാലം അത് ആരായാലും എനിക്ക് വിഷയമല്ല. ആത്മാവില് സോളമൻ അത് കണ്ടു. നിങ്ങൾ 31-ാം അധ്യായം സമയമില്ലാത്തവർ വീട്ടിൽ പോയെന്ന് വായിച്ചാൽ മതി. അവൻ എടുത്തോ 31 ലെമുവേൽ അവന്റെ അമ്മ അവനോട് പറയുന്ന ചില വാക്കുകൾ നമുക്ക് നോക്കാം. അവൻ സ്വന്തം ചെയ്യുന്നു. ഇന്ന് മദേഴ്സ് ഡേ ആണല്ലോ. മദേഴ്സ് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വില ഭയങ്കരമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആനക്കറിയില്ല ആനയുടെ വലുപ്പം എന്ന് പറഞ്ഞ പോലെ ഒരുപക്ഷെ നിങ്ങളുടെ പിക്ചറിലെങ്കിലും കാണത്തില്ല. പക്ഷെ എല്ലാത്തിന്റെ ബിഹൈൻഡിന്റെ സക്സസിന്റെ ബിഹൈൻഡ് നിങ്ങളുടെ കരമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. സഭകൾ പലപ്പോഴും ഈ കാര്യങ്ങൾ എടുത്ത് പ്രസംഗിക്കപ്പെടാറില്ല. എന്നാൽ അത് പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. നമുക്കെടുക്കാം 31-ാം അധ്യായം 10-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. 31-ാം അധ്യായം പ്രോവർബ്സ് സദൃശവാക്യങ്ങൾ 31-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ട് മലയാളത്തിൽ വായിച്ചാട്ട്. നോക്കൂ, സാമർത്ഥ്യമുള്ള ഭാര്യ. ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു അമ്മ സ്വന്തം ചെയ്യുന്നു. ചുമ്മാ ഒരു ഭാര്യ ദൈവം കൊടുക്കാറില്ല. ഭാര്യയെ ലഭിക്കുന്നവന് നന്മ ലഭിക്കുന്നു. ബൈബിൾ പഠിപ്പിക്കുന്നു. When God gives you wife, you are getting goodness, blessings from the Lord. അപ്പോൾ ഓർക്കണം, അതിനോടൊപ്പം നിനക്ക് തലമുറ ഉൾപ്പെടെ അനുഗ്രഹങ്ങൾ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? വായിച്ചു. ശ്രദ്ധിക്കേണ്ട ബൈബിളിൽ ഒരു വാക്യമുണ്ട്. സ്വന്തം വിലയേറിയ മുത്തിനെ കുറിച്ച് സ്വന്തം ചെയ്യുന്നു. കണ്ട ഒരു മനുഷ്യനെ കുറിച്ച് ബൈബിൾ പറയും. ദൈവരാജ്യത്തെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വിലയേറിയ മുത്ത് കണ്ടപ്പോ പുള്ളി എന്ത് ചെയ്തു? തനിക്കുള്ളതൊക്കെ വിറ്റു. മുത്തു വാങ്ങാൻ. ഇവിടെ പറയുക, അങ്ങനെ വിലയേറിയ മുത്തിലും സ്വന്തം പ്രൈസ് അത് പ്രൈസ് വെക്കാൻ പറ്റില്ല. ഒരമ്മയുടെ വില
ഈ ഭൂമിയിൽ ആർക്ക് വെക്കാൻ പറ്റും? വചനം അത് ക്ലിയറായി പറഞ്ഞു. അവളുടെ വില മുത്തുകളിലും ഏറും. വായിച്ചു അടുത്തത് ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കണം. അവൾക്കുള്ള ഗ്രേസ്, അവൾക്കുള്ള അതോറിറ്റി. ഇന്ന് പകൽക്കാലം അമ്മമാർ അറിയേണ്ട ഒരു കാര്യം, നീ കൃപയോടുകൂടി ഒരു നല്ല മാതാവായിരുന്നാല് ഹസ്ബൻഡിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട. ആടുള്ള പ്രധാന അവന്റെ ഹൃദയം അവളെ എന്ത് ചെയ്യും? വിശ്വസിക്കും. വായിച്ചു അടുത്തത് അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. പ്രശ്നം എന്താ? അവന് ലാഭമേ ഉണ്ടാകത്തുള്ളൂ, അവന് ഛേദമുണ്ടാകത്തില്ല. ഇത് നമ്മുടെ സഭകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങളെ അമേശ്വരം പഠിപ്പിക്കേണ്ട, കുടുംബങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഭർത്താവിന് ഛേദം വരത്തില്ല, ഭർത്താവിന് നാണക്കേട് വരത്തില്ല. എപ്പോഴും ഒരു ഭാര്യ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു അമ്മ ഓർക്കേണ്ട ഒരു കാര്യം, നിന്റെ ഭർത്താവിനെ നീ താഴ്ത്തിയ വില പോകുന്നത് നിനക്കാ. ഇവിടെ നോക്കുന്നു, ഇവിടെ പറയുക, ആ സാമർഥ്യമുള്ള, ആ ഗ്രേസ് ഉള്ള, പ്രൈസ്ലെസ് ആയ ഉമ്മൻ, ആ സ്ത്രീ സ്വപ്നം ചെയ്യുന്നു. അവിടെ പറയുന്നു അവളുടെ ഭർത്താവിന് എന്തോ ഉണ്ടാകത്തില്ല, നഷ്ടം. പൈസ നഷ്ടം മാത്രമല്ല, അവന്റെ പേരിനൊരു കളങ്കം ഉണ്ടാകത്തില്ല. ഇന്ന് പകൽക്കാലം എന്തെല്ലാം ഭർത്താവ് കുറവുള്ളവനാണേലും ഒരു ഭാര്യ അവനെ ചുറ്റി പൊതിഞ്ഞ് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കും. ശുശ്രൂഷകളിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അങ്ങനെയുള്ള ദൈവദാസിമാരെ നിങ്ങൾക്ക് തരാൻ യൗവനക്കാരായിട്ടുള്ളവർ ചോദിച്ചോണം. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ പറയണം, കർത്താവേ, എന്നെ കുടുംബത്തിലേക്ക് അയക്കുമ്പോൾ എനിക്ക് അങ്ങനെ ആയിരിക്കണം. എന്റെ ഭർത്താവിന് ഒരിക്കലും ഒരു നഷ്ടം അവന്റെ തല കുനിയാൻ, അവനെ ഒരാൾ നിന്ദിക്കാൻ, ചീപ്പോടാൻ പറയാൻ അനുവദിക്കാത്തതായിരിക്കണം. അതാണ് നിന്റെ വിലയെ നോക്കണം. നിന്റെ വില പ്രൈസ്ലെസ്. ഭർത്താവിന്റെ വില, അവൻ വില കൊടുക്കുന്നതാണ് ഭാര്യ. ശ്രദ്ധിച്ചോണം, ബൈബിൾ അതാ പഠിപ്പിക്കുന്നത്. അവന്റെ ഭർത്താവിന് ലാഭത്തിന് ഒരു കുറവ് എന്ത് ഉണ്ടാകത്തില്ല. അവൻ ചിലപ്പം ഒന്നിനും വിലയില്ലാത്തവനായിരിക്കും, പക്ഷെ ലോകം അവനെ എങ്ങനെ കണ്ടും മാന്യനായിട്ടുണ്ട്. കാരണം എന്താ? അവനെ കവർ ചെയ്യുന്ന ഒരു ഭാര്യ, അവന്റെ കുറവോ അവനെ ചവിട്ടാനോ സമ്മതിക്കാത്ത ഒരു ഭാര്യ. വായിച്ചു, അടുത്ത വായിച്ചാട്ട്. ശ്രദ്ധിക്കണം, അവളുടെ ആയുഷ്കാലമൊക്കെയും നല്ലൊരു അമ്മയാണെങ്കിൽ, നല്ലൊരു ഭാര്യയാണെങ്കിൽ, അവൻ ചിലപ്പം വെറും നാബോത്തിനെ പോലുള്ളവനായിരിക്കും. അവൻ സ്വന്തം ബൈബിൾ ഒരുത്തനുണ്ട്, അവൻ സ്വന്തം ചെയ്യുന്നു. അബിഗയിൽ ആദ്യത്തെ ഒരു ഭർത്താവ് ഒരു ഗുണവുമില്ലാത്തവന്. പക്ഷെ നിങ്ങൾ നോക്കണം, ആ അബിഗയിലെ ശ്രദ്ധിക്കണം. അബിഗയില് അവന്റെ കുറവിനെ കവർ ചെയ്തു. അവൻ സ്വന്തം ചെയ്യുന്നു, അവൾ പോയി കവർ ചെയ്തു. ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നല്ല ദാവീദ് അവളെ എന്തായിട്ടെടുത്തു? ഇന്ന് പകൽക്കാലം നല്ല പ്രാണപ്രിയനായ നല്ല ദാവീദ് തിരികെ വരുമ്പോ നിന്നെയും വേടി കഴിക്കാനാ, സഭയെ വഴി കഴിക്കാനാ വരുന്നത്. അവൻ നിന്നെയും സ്വന്തം ഭാര്യയായിട്ട് എടുക്കത്തക്കവണ്ണം ശ്രദ്ധിച്ചോണം. കാരണം നാബോത്തിന്റെ അവന്റെ പേര് നാബാൽ നാബാലിന്റെ ബുദ്ധിശൂന്യതയും പോഷത്വത്തെയും മറയ്ക്കുന്ന ഒരു സ്ത്രീയാണ് അബിഗയിൽ. സൗന്ദര്യം ശ്രദ്ധിക്കണേ. അവൾ തന്റെ ആയുഷ്കാലത്ത് ഒക്കെയും ഇവൻ ദുഷ്ടനാണ്, ഇവൻ നന്മ ചെയ്യുന്നത് പോലും ആയിരിക്കത്തില്ല. പക്ഷെ ദുഷ്ടവനെ നല്ലവനായിട്ട് എണ്ണാൻ കഴിയും ഒരു ഭാര്യ പൊതിഞ്ഞാൽ. ബൈബിൾ പറയുന്നു അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നത്. സഭയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അവൻ ഭാര്യമാരെ കുടുംബം മൊത്തം അറിയണം. വായിച്ചു അടുത്തത്. അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. അവളാരാ? കച്ചവട കപ്പൽ പോലെ. അവളുടെ വില ഭയങ്കരമാ. അവൾ പ്രൈസ്ലെസ്സാ. അമ്മ സ്വപ്നം ചെയ്യുന്നു. അവൾ വീട്ടിലെ കാര്യം ശ്രദ്ധിക്കണം. കച്ചവട കപ്പൽ പോലെ എന്ന് പറയുമ്പോൾ അവൻ സ്വപ്നം ചെയ്യുന്നു. അവൾ സ്വന്തം ആട്ടുരോമവും ചണവും സമ്പാദിക്കുന്നവളാണ് ഭാര്യ. താല്പര്യത്തോടെ അത് വാഗുകൊണ്ട് പറഞ്ഞല്ല, എത്ര താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. അവൾ കച്ചവട കപ്പൽ പോലെയാകുന്നു. പിന്നെ അടുത്തത് ദൂരത്തു നിന്ന്. റമനാമ വീട്ടിയിരിക്കുമ്പോ അവൾ ദൂരെ പോകുന്നില്ലെങ്കിലും ദൂരത്തിൽ നിന്ന് അകത്ത് ആഹാരം വരെ തക്കവണ്ണം അവളുടെ കഴിവ്. വായിച്ചു അടുത്ത വാക്യം വായിച്ചാട്ട്. എന്റെ ദൈവമേ, ശ്രദ്ധിച്ച ഈ സ്ത്രീ നന്നാ രാവിലെ എഴുന്നേറ്റ് വേലക്കാര് വേണേ കൊണ്ട് ആഹാരം കൊണ്ട് തരട്ടെന്നല്ല പറയുന്നത്. വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാർക്കുള്ള ഓഹരിയും അവൾ എന്ത് ചെയ്യുന്നു? ഇന്ന് പകൽക്കാലം അമ്മമാരുടെ ദിവസമായിട്ട് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളെ ബൈബിള് കാണുന്നത് പ്രഷ്യസ് ആയിട്ടാണ്. നിങ്ങൾക്ക് വില വെക്കാനേ പറ്റുകയില്ല. മുത്തിനേക്കാളും മുത്തിനെങ്ങനെ
അതിനേക്കാൾ വലിയ അറിയത്തില്ല എത്ര എന്ന് പറയാൻ പോലും അറിയാം. വാക്യം അടുത്ത വാക്യം വായിച്ചാട്ട്. അവളൊരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ചത് മേടിക്കുന്നു, കൈനാട്ടം കൊണ്ട് അവളൊരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു, അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും. ശ്രദ്ധിക്കണേ സഹോദരിമാരെ, നിങ്ങൾ ബലഹീനരല്ല. നിങ്ങളുടെ ഭർത്താക്കന്മാർ എത്ര വലിയ പാസ്റ്റാണെന്ന് ഭർത്താവിനും അവൻ ചിലപ്പം പൊട്ടനും ഒന്നും അച്ഛനുമായിരിക്കും. അവൻ ചിലപ്പം നിന്നെ അങ്ങനല്ല ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. ബൈബിൾ പറയുന്നു, നീ ഒരു ഉത്തമയായ ഭാര്യയാണെങ്കിൽ, സാമർത്ഥ്യമുള്ള ഒരു ഭാര്യയാണെങ്കിൽ, നാവിൽ ചാരുന്ന ഒരു ഭാര്യയാണെങ്കിൽ, ബൈബിൾ പറയുന്നു അവൾ കണ്ണു വെച്ചാൽ ഒരു നിലത്തിന്മേൽ നിലം അവൻ സ്വന്തം ബൈബിൾ നിധി മറന്നിരിക്കുന്ന നിധി മറന്നിരിക്കുന്ന വയലെന്ന് പറയുന്നത് അവൻ അത് നേടാൻ ബുദ്ധിമാൻ എല്ലാം എന്ത് ചെയ്യും? കൈവിടും. ഇന്ന് പകൽക്കാലം എവിടെയാ നിന്റെ കണ്ണ്? ശ്രദ്ധിച്ചോ, ഒരു കണ്ണ് വെച്ചാൽ ആ വയൽ എന്ത് ചെയ്യും? നേടും. ബൈബിൾ പറയുന്ന അടുത്ത വാക്യം വായിച്ചാട്ട് അതൊന്നും പറയട്ടെ. അവൾ എന്ത് ചെയ്യുന്നു? ദൃഷ്ടി വെക്കുന്നു, അതിന് കണ്ണു വെക്കുന്നു, അതെന്ത് ചെയ്യുന്നു? അവൾ വാങ്ങുന്നു. അവൻ കൈനേട്ടം കൊണ്ട് അവൾ മുന്തിരിത്തോട്ടം എന്ത് ചെയ്യുന്നു അറിയാമോ? മനുഷ്യന് ആനന്ദം കൊടുക്കുന്നതാണെന്ത്? അവളൊരു മുന്തിരിത്തോട്ടം കണ്ണുവെക്കുന്നു, വാങ്ങുന്നു. അവൾ ആനന്ദത്തിന്റെ ഉറവിടമാ. തീർന്നില്ല, അവൾ ബലം കൊണ്ട്, അവളുടെ പവറിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന, അവൾ ബലം കൊണ്ട് അരമുറുക്കുന്നു ഭുജങ്ങളെ. അവളുടെ പവർഫുൾ ഹാൻഡാ. അവളുടെ ഭർത്താവിനെ താങ്ങാൻ മാത്രമല്ല, വീട്ടിലെ വേലക്കാരികളെ താങ്ങാൻ മാത്രമല്ല, മക്കളെ താങ്ങാൻ മാത്രമല്ല, അത്രയ്ക്ക് പവർഫുൾ ആയിട്ടാണ് ദൈവം അവൻ സഹോദരിമാരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ബലഹീന പാത്രമെന്ന് ബൈബിൾ പറയുമ്പോഴും അതിന് മറുവശം, കോയിന് മറുവശമുണ്ടെന്ന് ഓർത്തോളം നിന്റെ പവർ ബൈബിൾ വയ്ക്കുന്നത് അതുപോലെ ബലം കൊണ്ട് അരമുറുക്കി ഭുജങ്ങളെ ശക്തീകരിക്കുന്നു. വായിച്ചാട്ട് അടുത്തത് അവൻ സ്വന്തം 18. ബുദ്ധിയുള്ളവളായതുകൊണ്ട് ശരിയാ, മറ്റുള്ളവർ നോക്കുമ്പോൾ ഭർത്താവിലൊപ്പം ഒന്നും ചെയ്യുന്നില്ല, പിള്ളേരും ഒന്നും ചെയ്യുന്നില്ല, വേലക്കാരും. പക്ഷെ അവൾക്ക് ജ്ഞാനമുള്ളത് കൊണ്ട് ഈ ചെയ്യുന്ന നോക്കിയും അവൾക്ക് പ്രോഫിറ്റബിൾ ആണെന്ന് അവൾക്കറിയാം. ഇപ്പൊ നോക്കിയാൽ ശരിയായി, അവളാ കഷ്ടപ്പെടുന്നത്, ഒന്നും പ്രതിഫലം കിട്ടുന്നില്ല. പക്ഷെ അവൾ ജ്ഞാനമുള്ള കണ്ണുള്ളവളായതുകൊണ്ട് ഇപ്പോൾ അവിടെ പ്രവൃത്തി ലാഭമുള്ളത് എന്ന് അവൾ എന്ത് ചെയ്യുന്നു? അറിയുന്നു. വായിച്ചു അടുത്തത്. അവളുടെ വിളക്ക് രാത്രി കെട്ടുപോകുന്നുമില്ല. ജീവിതത്തിൽ രാത്രികൾ വരും, എന്നാൽ അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ വിളക്ക് രാത്രി എന്ത് ചെയ്യത്തില്ല? കെട്ടുപോകുന്നില്ല. വായിച്ചു അടുത്തത്. അവൾ വിടുതലയ്ക്ക് കൈ നീട്ടുന്നു, അവളുടെ വിരൽ കതിർ പിടിക്കുന്നു, അവൾ തന്റെ കൈ എളിയവർക്ക് തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കലേക്ക് കൈ നീട്ടുന്നു. ശ്രദ്ധിക്കണം. ഒരു സ്ത്രീയുടെ വില, ഒരു നല്ല അമ്മയുടെ വില. അവൻ സ്വന്തം ചെയ്യുന്നു. അവർ വിടുതലയ്ക്ക് കൈ നീട്ടുന്നു. അവൻ സ്വന്തം കതിര്, അവിടെ കയ്യിലെപ്പോഴും പ്രോസ്പെറിറ്റി. നോക്കണം, എന്താണ് കതിര് കാണിക്കുന്നത്? ഫലം, ഫ്രൂട്ട്ഫുൾനെസ്. അവൾ ഫ്രൂട്ട്ഫുൾ ആയതുകൊണ്ട് അവിടെ കൈ തുറന്നാൽ എളിയവർ തൃപ്തി പ്രാപിക്കുന്നു. ദരിദ്രന്മാരുടെ അടുക്കലേക്ക് അവള് കൈ നീട്ടുന്നു. അവൾ വീട്ടിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, ദേശത്തുള്ള തകർന്നവർക്ക് വേണ്ടി. ശുഭവരവൽക്കടനകസ്യ. ഇങ്ങനെയുള്ള അവൻ സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവൻ വായിച്ചു അടുത്തത്. വായിച്ചാട്ട്. അവൾക്ക് പേടിയില്ല, മഞ്ഞ് വരുന്നു, വീട്ടുകാർക്ക് എന്തായിത്തീരും, ഫ്യൂച്ചറിനെ കുറിച്ച് ഷീ ഈസ് നോട്ട് ഈവൻ അഫ്രൈഡ്. വായിച്ചു അടുത്തത്. അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെ ചുവപ്പ് കമ്പിളി ഉണ്ടല്ലോ. അയ്യോ, കാരണം അവൾ ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടവൾ പ്രീപ്ലാൻ ചെയ്ത് കമ്പിളി ഉണ്ടാക്കി വെച്ചു. അതുകൊണ്ട് അവൾക്ക് പേടിയില്ല, മഞ്ഞ് വരുന്നു പേടിയില്ല, കമ്പിളി ഓൾറെഡി പ്രിപ്പയർഡ്. ആ വീട്ടിലുള്ള എല്ലാവർക്കും ഒന്നുമില്ല പറയുന്നല്ലേ, വീട്ടിലുള്ളവർക്കെല്ലാം അവൾ കമ്പിളി ഉണ്ടല്ലോ. വായിച്ചു അടുത്തത്. അവൾ തനിക്ക് പരവതാനി ഉണ്ടാക്കുന്നു, ശണപടവും ധൂമ്രവസ്ത്രം അവളുടെ ഉടുപ്പ്. ദേശത്തിലെ മൂപ്പന്മാരോടുകൂടെ ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടണവാതിൽക്കൽ പ്രസിദ്ധനാകും. ശ്രദ്ധിക്കണം, മൂപ്പന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് അവൻ പട്ടണവാതിൽക്കൽ അവൻ പ്രസിദ്ധൻ, അവന്റെ തല ഉയർന്നിരിക്കും. വായിച്ചു അടുത്തത്. അവൾ ക്ഷണവസ്ത്രം ഉണ്ടാക്കി വിൽക്കുന്നു, അരക്കച്ച ഉണ്ടാക്കി കച്ചവടക്കാരനെ ഏൽപ്പിക്കുന്നു. ശ്രദ്ധിക്കണേ ആ സ്ത്രീയുടെ കഴിവ്. ശ്രദ്ധിക്കണേ, അവൾ പല കാര്യങ്ങൾ മൾട്ടി ടാലന്റഡാ, മൾട്ടി ഗിഫ്റ്റഡാ. ഒരു നേരം അവൾ എന്തെല്ലാം ചെയ്യുന്നേ? ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. വായിച്ചു അടുത്ത വാക്യം വായിച്ചോട്ടെ. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. ബലം, മഹിമ, ഗ്ലോറി അവളുടെ ഉടുപ്പ്. ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടും. അവൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു വെറിയില്ല. അതുകൊണ്ട് അവൾ ഒരിക്കലും നെഗറ്റിവിറ്റി പറയത്തില്ല. ഷീ വിൽ ബി സ്മൈലിംഗ് അറ്റ് ഫ്യൂച്ചർ. വായിച്ചു അടുത്തത്. അവൾ ജ്ഞാനത്തോടെ വായ് തുറക്കുന്നു. അവളുടെ വായ എപ്പോഴും ജ്ഞാനമായിരിക്കും. അവൻ ബുദ്ധിയില്ലാതെ ചാടി എടുത്തൊന്നും പറയത്തില്ല. വായിച്ചു അടുത്തത്. ദയയുള്ള ഉപദേശം അവളുടെ
ഉപദേശം നല്ലതാ, ഉപദേശിക്കണം. പക്ഷെ നിന്റെ ഉപദേശം എങ്ങനെയുള്ളതായിരിക്കണം? സാമർത്ഥ്യമുള്ള ഒരു അമ്മയാണെങ്കിൽ കനിവുള്ള മെർസിഫുൾ ടീച്ചിങ് ആയിരിക്കും അവളുടെ ഉപദേശം. ദയവുള്ള ഉപദേശമായിരിക്കും, തലക്കടിച്ചുള്ള ഉപദേശമായിരിക്കത്തില്ല. വായിച്ചു അടുത്തത്. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു. അവൾക്കൊരു ഗ്രേസ് ഉണ്ട്. ഓരോരുത്തരെയും സൂക്ഷിച്ചു നോക്കി തിരിച്ചറിഞ്ഞ് ബുദ്ധിയോട് ഇടപെടാൻ ആ നല്ല അമ്മയ്ക്ക് കഴിവുണ്ട്. വായിച്ചു അടുത്തത്. വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നുമില്ല. അവൾ വെറുതെ ഇരുന്ന് ബുദ്ധി കഴിക്കുന്നില്ല, അവൾ അധ്വാനിക്കുന്നവൾ. വായിച്ചു അടുത്തത്. അവളുടെ മക്കൾ എഴുന്നേറ്റവളെ ഭാഗ്യവതി. അവളുടെ മക്കളും മദേഴ്സ് ഡേ അല്ലേ, മദേഴ്സ് ഡേ അല്ലേ, എഴുന്നേറ്റ് മക്കൾ പറയാ അവർ മദർ ഇസ് ബ്ലെസ്ഡ്. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ എന്ത് ചെയ്യുന്നു പറയുന്നു? ഭാഗ്യവതി എന്ന് പറയുന്നു. വായിച്ചു അടുത്തത്. അവളുടെ ഭർത്താവും അവനും വായി തുറന്നാൽ അവിടെ പുകഴ്ത്തുകയില്ല, അതൊന്നും അവന്റെ വായിലില്ല. വായിച്ചു. അനേക തരുണികൾ സാമർത്ഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായി. ഭർത്താവ് പറയാ ഒത്തിരി സ്ത്രീകളുണ്ട് സാമർത്ഥ്യമുള്ളവര്, പക്ഷെ യു ആർ വേ ഗ്രേറ്റർ ദാൻ ഓൾ. അവിടെ ഭർത്താവ് കൊണ്ട് അവളെ ബ്ലസ് ചെയ്യുന്നു. ചുമ്മാ അവൻ പഞ്ചാരവാക്ക് പറയുന്നല്ല, അവൻ അനുഭവിച്ചിട്ട് പറയുന്നു. അവന്റെ ഭർത്തും അവളുടെ ഭർത്തോട് കമ്പയർ ചെയ്യുമ്പോൾ he cannot keep his mouth quiet. ആ നല്ല ഭർത്താവിന് വായടച്ചു വെക്കാൻ പറ്റത്തില്ല, കാരണം he knows the value of her. അടുത്ത വാക്യം വായിച്ചാട്ട്. ശ്രദ്ധിക്കണമേ, ലാവണ്യം വ്യാജമാണ്, സൗന്ദര്യം വ്യർത്ഥമാണ്. ശ്രദ്ധിക്കണം, യഹോവ ഭക്തിയുള്ള അമ്മമാർ പ്രശംസിക്കപ്പെടും. അങ്ങനെയെങ്കിൽ ബൈബിളിലേക്ക് മടങ്ങി വരാം. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഭൂമിയുടെ അറ്റത്ത് തന്നെ വിളിച്ചപേക്ഷിക്കും. നിങ്ങൾക്കറിയാം, ഹാഗാറിന്റെ കഥയാണല്ലോ നമ്മൾ ആദ്യം വായിച്ചത്. പ്രിയമുള്ളവരെ, ഒരിക്കലും അബ്രഹാമിന്റെ ഭാര്യയാകാൻ അവൾ ആഗ്രഹിച്ചിട്ടില്ല. ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധവും ഇല്ലാത്തവളായിരുന്നു. അവൻ യജമാനന്റെ ഭാര്യ നിർബന്ധിച്ചതനുസരിച്ചാണ് അബ്രഹാമിന്റെ ഭാര്യയായത്. എന്നാൽ അവൻ അവസാനം ഒരു കുഞ്ഞുകുട്ടിയായി കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തം ചെയ്യുന്നു, അബ്രഹാം ഭവനത്തിൽ നിന്ന് ഇറക്കി അവളെ ആട്ടി പായിച്ചു വിട്ടു. അവൻ സ്വന്തം ചെയ്യുന്നു. ഐ എം ജസ്റ്റ് തിങ്കിങ് ഇൻ ഹേഗർസ് പെർസ്പെക്ടീവ്. അവൻ സ്വന്തം ശ്രദ്ധിക്കണം. ഇന്ന് പകൽക്കാലം മരുഭൂമിയിൽ ആ കുഞ്ഞുമായി കൊടുത്തതത്ര ഒരു തുരുത്തി വെള്ളവും അവൻ അല്പം അടയും അപ്പവും കൊടുത്തു വിട്ടു. യഹൂദ മരുഭൂമിയിൽ അവൾ ഉടന്ന് അവൻ അലയുമ്പോൾ അവൻ സ്വന്തം അവൾക്കുള്ളതെല്ലാം അവൻ സ്വന്തം ചെയ്യുന്നു. ആ വെള്ളവും തീർന്നു, അപ്പവും എന്ത് ചെയ്തു? തീർന്നു പോയി. ഇതിനു മുമ്പ് വേദനകൾ വന്നപ്പോൾ അവൾ ഒരുവനെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നെ കാണുന്നവനെ ഇവിടെയും കണ്ടു. കാരണം നിനക്കറിയാം, സാറായി അവളോട് കഠിനത തുടങ്ങിയപ്പോൾ, അവളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അവളുടെ പ്രോസിക്യൂഷൻ സഹിക്കാൻ കഴിയാതിന് മുമ്പ് ഗർഭിണിയായിരിക്കുമ്പോൾ അവൾ വീട് വിട്ടിറങ്ങി പ്രാണരക്ഷാർത്ഥം ഓടിയിട്ടുണ്ട്. അങ്ങനെ ഓടിപ്പോകുമ്പോൾ അവൻ ബൈബിൾ പറയുന്നു, അവൾ തളർന്ന് ഓടിപ്പോകുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവളെ എതിരേറ്റ് വന്നു, ഒരു ഉറവനരികെ വെച്ചിട്ട്. എന്നിട്ട് അവൻ സ്വന്തം, ഹാഗാരേ, നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു. എന്നിട്ട് ഹാഗാരോട് പറഞ്ഞു, നീ തിരിച്ചു പോ, നിന്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ ഞാൻ അനുഗ്രഹിക്കും, അവനെ വലിയൊരു ജാതിയാക്കും. അവനെ കുറിച്ചുള്ള പ്രവചനവും ദൂതൻ പറഞ്ഞു. അപ്പോൾ അവൾ അമ്പരന്ന് പോയി. അവൾ വിചാരിച്ചു അവളെ അറിയുന്നവരാരും ഈ ഭൂമിയില്ലെന്ന് ഓർത്ത് അവൾ ഓടിപ്പോവുകയായിരുന്നു. അതുകൊണ്ട് അവൾ ആ കിണറിന്, ആ ഉറവയ്ക്കൊരു പേര് വിളിച്ചു, ബർലഹി റോയി. ബർലഹി റോയി എന്ന് പറഞ്ഞാൽ എന്നെ കാണുന്നവനെ ഇവിടെയും കണ്ടുപോ. ഇന്ന് നീ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ സഹോദരി, അമ്മമാരാണെങ്കിൽ ഫേസ്ബുക്കിലെ വഴികൾ, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഒരു പക്ഷേ നിന്റെ ഭർത്താവിന് നിന്നെ കുറിച്ച് വിലയില്ലായിരിക്കാം, നിന്റെ മക്കൾക്ക് നിന്നെ കുറിച്ച് വിലയില്ലായിരിക്കാം, അവൻ നിന്റെ വീട്ടിലെ ആൾക്കാർക്ക്, നിന്റെ അമ്മായിയപ്പനോ അമ്മായിയമ്മയ്ക്കോ ഹല്ലേലൂയ നിന്റെ മരുമക്കൾക്കോ ഒന്നും നിന്നെ കുറിച്ച് വിലയില്ലായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം നിന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. അവൻ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സങ്കടങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവിടെ തോന്നും കർത്താവ് നിന്റെ സങ്കടങ്ങളെ കണ്ടിരിക്കുന്നു. അവളെ മടക്കി അയച്ച് കർത്താവ് അയച്ചിട്ട് ഭവനത്തിൽ ചെന്നിട്ടും അവസാനം പറ്റിയതാ ആ ഭർത്താവ് തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. നിന്റെ സങ്കടങ്ങളെ അറിയുന്ന ദൈവത്തിന് പ്രത്യേകതയുണ്ട്. അവൻ വാഗ്ദത്തം തന്ന് നിന്നെ കഷ്ടങ്ങളിലേക്ക് തിരിച്ചയക്കുമ്പോഴും, അവിടുന്ന് ഒന്നുമില്ലാത്തവളെ പോലെ നീ ഇറങ്ങിപ്പോകുമ്പോൾ വഴിയിൽ വെച്ച് നിന്നെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു ദൈവം അല്ല. നമ്മൾ കണ്ടു, അവൻ കയ്യിലുള്ളതെല്ലാം തീർന്നു. അവൻ സ്വന്തം കുഞ്ഞുദാഹം കൊണ്ട് അവൻ സ്വന്തം ടീനേജറാണ്. അവൻ ദാഹം കൊണ്ട് അവൻ കരഞ്ഞ് തളർന്നു കിടക്കുമ്പോൾ ആ കുഞ്ഞിനെ കുറുക്കാട്ടിൽ തമ്മിലിട്ടിട്ട് ഒരു അമ്പൽപ്പാട് ദൂരെ മാറിയത് നെഞ്ചത്തടിച്ച് അവളെ കരയാ. എന്നെ കാണുന്നവനെ എവിടെയെന്ന് ചോദിച്ചായിരിക്കും അവൾ കരഞ്ഞതിന് മുമ്പ് നീ എന്നെ കണ്ടതാ, എന്നെ പറഞ്ഞു തിരികെ അയച്ചതാ.
പക്ഷെ ഇപ്പോൾ ഞാൻ ഒന്നുമില്ലാത്തവളായി അറിയുന്നു എന്ന് പറഞ്ഞ് അവൻ കണ്ണീരോട് അലറിക്കരയുമ്പോൾ, അവൻ ബാലനും ആ കുറുങ്കാട്ടിന്റെ തണൽ കടന്ന് അലറിക്കരയുമ്പോൾ ബൈബിൾ പറയുന്നു ദൈവം നിലവിളി കേട്ടു. ബൈബിൾ പറഞ്ഞു ഭൂമിയുടെ അറ്റത്തും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നിന്നെ അത്യുന്നതമായ പാറയിലേക്ക് നടത്തുന്ന ഒരു ദൈവം. ബൈബിൾ പറഞ്ഞു പെട്ടെന്ന് ദൂതൻ വന്നു, ആകാശം തട്ടി, അവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അവൻ സ്വന്തം ചെയ്യുന്നു ഹല്ലേലൂയ. അവിടെ കണ്ണുകളെ ദൈവം എന്ന് തുറന്നു കഴിഞ്ഞ് ആ ബർശേബ മരുഭൂമിയിൽ, അല്ലേ, ബർശേബ മരുഭൂമിയിലായിരുന്നല്ലോ, അവിടെ വെച്ച് അവൻ അവിടെ കണ്ണുകളെ തുറന്നിട്ട് അവൻ സ്വന്തം ചെയ്യുന്നു. അവിടെ ഒരു നീരുറവ, അവിടെ പൊട്ടിപ്പുറപ്പെടുവിച്ചു എന്ന് പറയുന്നില്ല, കണ്ണു തുറന്നു. ഓൾറെഡി അവൻ സ്വന്തം ആ സോഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ ചില അനുഗ്രഹങ്ങൾ, നീ പോകുന്ന സാഹചര്യങ്ങൾ, നിനക്കുള്ള ഡെലിവറൻസ്, നിന്റെ ആ മരുഭൂമിയുടെ അവസ്ഥയായിരിക്കും, പക്ഷെ അവിടെ ഉണ്ട്. കർത്താവിന്റെ കണ്ണൊന്ന് തുറന്നാൽ മതി. ഇന്ന് പകൽക്കാലം കണ്ണീരോടെ നിബന്ധച്ചാൽ അവന്റെ കണ്ണുകളെ തുറന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ബൈബിൾ പറയുന്നു ബാലനെ കൊണ്ടുവന്നു താങ്ങി എഴുന്നേൽപ്പിച്ച് അവനെ കൊണ്ടിപ്പിച്ചു. ദൈവം പറഞ്ഞു ഞാൻ അവനെ എന്താക്കി മാറ്റും, വലിയൊരു ജാതിയാക്കി മാറ്റും. അത് നിവൃത്തിയായോ പ്രിയമുള്ളവരെ? തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ കാണുന്ന അറാബിക് നൊമാഡ്സ് എന്ന് പറയുന്നത് ഇഷ്മേലിയ സന്തതികളാ. ഇന്ന് നിങ്ങൾ കാണുന്ന അവൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇഷ്മേലിയ സന്തതികളാ. നിങ്ങളുടെ ചുറ്റും വന്ന് അനേകർ വന്ന് പാർക്കുന്നുണ്ട്, മുസ്ലിംസ് ആയിട്ട് പാർക്കുന്നുണ്ടല്ലോ. അവിടെ സമ്പത്തോർത്ത് നിങ്ങൾ കണ്ണു തള്ളുന്നു, നീ വിഷമിക്കേണ്ട. അവൻ children of Ishmaelites. ബൈബിൾ പറയുന്നു അവനെ അനുഗ്രഹിക്കും. ദൈവം പറഞ്ഞാൽ തീർച്ചയായിട്ടും അനുഗ്രഹിച്ചിരിക്കും. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ അവരെ കുറിച്ചുള്ള ഇശ്മേലിയ സന്തതിയെ കുറിച്ചുള്ള സകല പ്രോഫസി നിങ്ങൾ കാണുന്നത് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അവൻ എപ്പോഴും അവന്റെ സഹോദരൻ തന്നെ വിരുദ്ധമാണ്. എപ്പോഴും അവൻ എല്ലാവർക്കും എല്ലാവർക്കും എതിരെ അവന്റെ കൈ തിരിഞ്ഞിരിക്കും. അവനെപ്പോഴും പ്രോബ്ലമാറ്റിക് ആണെങ്കിലും they will be blessed. അവൻ അടുത്തതായി പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. ഇനി അടുത്തതായി നമ്മൾ കണ്ടതിന് മോശയെ കുറിച്ച് ബൈബിൾ പറയുന്ന പ്രായലേഖനത്തില് അവിടെ പറയുക, അവൻ അമ്മയപ്പന്മാർ എന്ത് ചെയ്തു? അവൻ മോശ എങ്ങനെയുള്ളവരെന്ന് കണ്ടു? സുന്ദരെന്ന് കണ്ടു. ഒരമ്മ. ശ്രദ്ധിക്കണം, കാലം എങ്ങനെയാ? രാജാവിന്റെ കൽപ്പനയാ. ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ thrown into the river Nile. എല്ലാവരും നമ്മളിത് ആ ദേശത്തായിരിക്കുമ്പോൾ നമ്മുടെ മണ്ടയ്ക്ക് രാജാക്കന്മാരാക്കി വെക്കുന്ന ദൈവമല്ലയോ? അതുകൊണ്ട് മക്കളെ രാജാവ് പറയുന്നില്ല അനുസരിക്കണം എന്ന് പറഞ്ഞ് അവിടെ മക്കൾ ജനിക്കുമ്പോൾ തന്നെ അവിടെ തല പോകാതിരിക്കാൻ കുഞ്ഞുങ്ങളെ നീലനദിയിലോട്ട് വലിച്ചെറിഞ്ഞപ്പോൾ ഇവിടെ ഒരു അമ്മയപ്പന്മാർ അമ്മ മോന്റെ സൗന്ദര്യം കണ്ടു. അമ്മ പറഞ്ഞ് എനിക്ക് ഒരു വലിച്ചെറിയാൻ പറ്റില്ല. ഇന്ന് പലകാലം അത് സ്റ്റേ ആകുമ്പോൾ ശ്രദ്ധിക്കണം. കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ കരയാതിരിക്കുമോ? രാജാവിന്റെ കിങ്കന്മാർ CID സ്പൈസ് ചുറ്റും നടക്കുക. എവിടെ കുഞ്ഞ് ജനിച്ചാലും അന്നേരം ചാടി വീണ ആണാണോ പെണ്ണാണോ വലിയ വലിച്ചുകൊണ്ട് എറിയാൻ റെഡി ആയിട്ടിരിക്കുക. അപ്പൊ ഈ അമ്മയും അപ്പന്റെ ഹെൽപ്പോട് വേണം, ഇല്ലെങ്കിൽ പ്രയാസമാണ്. ഈ കുഞ്ഞ് കരയാതെ 3 മാസത്തോളം എങ്ങനെ അവർ ഒളിപ്പിച്ചു? അവൻ കുഞ്ഞ് ജനിച്ചതുപോലും അറിയാത്ത രീതിയിൽ കാരണം എന്താ? അമ്മ കണ്ടു കുഞ്ഞിലെ സൗന്ദര്യം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന അമ്മമാരുടെ ഒരു പ്രത്യേക പിക്യുലിയാരിറ്റിയാണ്. അവൾ കണ്ടു എല്ലാവരെയും കുറിച്ച് അറിഞ്ഞു. നിന്റെ കുഞ്ഞിന്റെ സൗന്ദര്യം കാണേണ്ട ഉത്തരവാദിത്വം നിന്റെതാ. നിന്റെ വാ കൊണ്ടിരിക്കലും നിന്റെ കുഞ്ഞിനെ ശപിക്കരുത്. അമ്മ ആ കുഞ്ഞിനെ പ്രതികൂല അവസ്ഥയില് എന്നാ വേറൊരു അമ്മയുണ്ട്. അമ്മ കഷ്ടത്തോടെ വ്യസനത്തോടെ നീ ജനിച്ചപ്പോൾ എല്ലാം വേദനയായിരുന്നു പറഞ്ഞ കുഞ്ഞിന് പേര് വിളിച്ചു. എന്തുവാ? എബേസ്. പെയിൻ വേദന. നീ ഒരു തലവേദനയാന്ന് പറഞ്ഞ അമ്മ കുഞ്ഞിന് പേര് വിളിച്ചപ്പോൾ ഇവിടുത്തെ അമ്മ സുന്ദരൻ നിങ്ങളുടെ കുഞ്ഞിനെ ഒളിപ്പിക്കാൻ നോക്കുക. അവിടെ കപ്പാസിറ്റി ഉള്ളിടത്തോളം ഒളിപ്പിച്ച് 3 മാസം കഴിയുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ അങ്ങനെയോളം വലിച്ച് നീലനദിയിലോട്ട് എറിഞ്ഞില്ല. സ്വന്തം അവിടെ ഒരു ഞാങ്ങടെ പെട്ടമ ഉണ്ടാക്കിയ സമയം പറയാ. എന്നിട്ട് അതിനെ ടാറ് തേച്ച് കീല് തേച്ചിട്ട് അകത്ത് നല്ല തുണിയൊക്കെ ഇട്ടിട്ട് ആ കുഞ്ഞിനെ കടത്തിയിട്ട് എന്നിട്ട് അവിടെ വിട്ടില്ല. താൻ പാതിയും മൂത്തമ്മോളം പറയാനോട് പറയും നീ പുറകെ പോകണം. നോക്കണം, ശ്രദ്ധിക്കണം. അമ്മേ ഒരു പെറ്റ കുഞ്ഞിനെ എടുത്ത് അങ്ങനെ ഇടുമ്പോ മാതൃഹൃദയത്തിന്റെ വേദന ഞാൻ ചിന്തിക്കുന്നു. ആ കുഞ്ഞിനെ ഇട്ട് കഴിഞ്ഞപ്പോ അമ്മ ആ മുറിക്കകത്ത് കിടന്ന് പൊട്ടി അതറി കരയായിരിക്കാം. മിരിയം പറയുമ്പോ എന്റെ കുഞ്ഞിനെന്താ കർത്താവേ
എന്നെ കൊണ്ട് സൗന്ദര്യമുള്ള കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ലോ എന്ന് പറഞ്ഞ് അലറിക്കരയായിരുന്നിരിക്കാം. പക്ഷേ അവിടെ കണ്ണുനീര് ശുടവറ ഒരുപക്ഷെ ശ്രേണദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നിരിക്കാം. കർത്താവേ, യാക്കോബിനും വാഗ്ദത്തം കൊടുത്തവനെ, അബ്രഹാമിനെ ഇസ്ഹാക്കിന്റെയും ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നിരിക്കാം. അവൻ കണ്ണിനോടെ വിതയ്ക്കുകയായിരുന്നിരിക്കാം. ബൈബിൾ പറയുന്നു, ഹല്ലേലൂയ, ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തൊന്നിനെ എന്ത് ചെയ്യും? പക്ഷെ വിഷ്ണു ശ്രദ്ധിക്കണം, ആ കണ്ണുനീര് കണ്ട ദൈവം അത്ഭുതം ചെയ്ത് നോക്കണേ. കണ്ണിനോട് വിതച്ചാൽ നീ എങ്ങനെ കൊയ്യും? അപ്പോൾ കൊയ്യും. അവൻ ഒരു ഫറവോന്റെ കൊട്ടാരത്തിലെ രാജകുമാരിയെ അന്തഃപുരത്തിൽ കുളിക്കാൻ എവിടെ കൊണ്ടുവന്നു അറിയാമോ? ആ തോട്ടിൽ. കറക്റ്റ്. ആ കുഞ്ഞ് ഒഴുകിപ്പോയ ഞാങ്ങളുടെ പെട്ടി ഒഴുക്കിൽപ്പെട്ട് അവൻ നദിക്കകത്തേക്ക് പോകാതെ ഞാങ്ങളുടെ ഇടയിൽ കുരുങ്ങിക്കിടന്നു. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നുണ്ട്, സങ്കീർത്തനത്തിൽ ഞാങ്ങളുടെ ഇടയിൽ ദുഷ്ടമൃഗമുണ്ട്. ദുഷ്ടമൃഗം തൊടാതെ കുഞ്ഞിനെ സ്വർഗത്തിൽ ദൈവം എന്ത് ചെയ്തു? കാത്തു. ആ രാജകുമാരിയും തോഴിമാരും കുളിക്കുമ്പോൾ അവിടെ മോശ കരയിൽ കരച്ചിൽ കേട്ടടുപ്പിച്ച് നോക്കിയപ്പോൾ സുന്ദരനായ ആ ശിശുവിനെ കണ്ടിട്ട് കൊല്ലാനല്ല ആ രാജകുമാരിക്ക് തോന്നിയ കൊട്ടാരത്തിൽ കൊണ്ടുപോകാൻ. അന്നേരം ഞാൻ കാണുക, അവൻ ബൈബിൾ പറയുന്നൊക്കെ സ്വന്തം കുഞ്ഞിനെ ശമ്പളം വാങ്ങി വളർത്തിയൊരമ്മ. അവൻ കണ്ണീരോടെ കരഞ്ഞാൽ, അവൻ വിതച്ചാൽ നീ എങ്ങനെ ചെയ്യും? അപ്പോഴും ചെയ്യും. ശമ്പളം വാങ്ങിയ കുഞ്ഞിനെ വളർത്തുമ്പോൾ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യം, കണ്ണീരോടെ ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കും, മോനെ നീ അല്ല, ആരല്ല, മിസ്രൈമനല്ല, നീ ആരാണ്? ഇസ്രായേലിന്. കുഞ്ഞിനെ മുല കൂടി മാറുന്നവരെയും അമ്മയായിരിക്കാം കുഞ്ഞിനെ മുല കൊടുത്തത്. അപ്പോഴൊക്കെ ഈ കുഞ്ഞിനോട് ഈ അമ്മ ഇത് പറയണം. അമ്മമാരുടെ ഉത്തരവാദിത്വം ചെറുതല്ല കേട്ടോ, അവിടെ വില ഭയങ്കര, മുത്തിലും വിലയേറിയതാ. അതുകൊണ്ടാണ് അടുത്ത വാക്യം പറയുമ്പോൾ, when he grown up 40 years ആയപ്പോൾ, ബാലൻ നടക്കുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും അവൻ എന്ത് ചെയ്യത്തില്ല. 40 വർഷമായപ്പോൾ അവൻ പഠിച്ചിറങ്ങിയപ്പോൾ അവന്റെ ഉള്ളിൽ ഈ വചനം കിടക്കുക, I am not an Egyptian, I am an Israelite. അതുകൊണ്ടാണ് പഠിച്ചിറങ്ങിയപ്പോൾ ജോലി തേടി, അല്ലെങ്കിൽ അവൻ സ്വന്തം ചെയ്യുന്നു, ഫറവോന്റെ അടുത്ത ലെവലിലേക്ക്, പ്രിൻസ് ഓഫ് ഈജിപ്റ്റ് ആയിരുന്നു അവന്, അടുത്ത ലെവലിലേക്ക് പോകാൻ ഇടയാകാതെ അവൻ കഷ്ടം അനുഭവിക്കുന്നവരുടെ ചൂളയിലേക്ക് തേടി ചെന്നു, സ്വന്തം ജനത്തിന്റെ കഷ്ടം കാണാൻ. അതുകൊണ്ടാ ഫറവോന്റെ പുത്രി, അവൻ മകനെന്ന്, അവൻ പുത്രിയുടെ മകനെന്ന് വിളിക്കുന്നതിനേക്കാൾ ഉപരി ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിക്കുന്ന അവൻ എന്ത് ചെയ്തു? എപ്പോഴാ 80-ാമത്തെ വയസ്സിലല്ല കേട്ടോ, 40-ാമത്തെ വയസ്സിൽ. ഇന്ന് പകൽക്കാലം അല്ലയോ അവൻ യോക്കബേദേ, നിന്റെ കണ്ണവിടെ കൊണ്ട് തീരുന്നില്ല. അവൻ ഇടയ്ക്ക് നിനക്ക് തോന്നും അവൻ മോശ ഓടിപ്പോടി വന്നു. ദാറ്റ്സ് ഓക്കെ, ദൈവത്തിന്റെ മോൾഡിംഗ് പീരീഡ്, ദൈവനെ വളർത്തും. എന്നാൽ അവൻ മടങ്ങി വന്ന് അവൻ നിന്റെ കുഞ്ഞിനെ എന്റെ ദൈവം ഉപയോഗിച്ചിട്ട് അവൻ ആ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് അവൻ കനാൻ ദേശത്ത് കൊണ്ടുപോകാൻ മുഖാന്തരമാക്കിയെന്ന് മാത്രമല്ല, ഇന്നും മുസ്ലിങ്ങൾ ഉൾപ്പെടെ സകലും ആദരിക്കുന്ന ഒരു പ്രവാചകനാക്കി അവരെ മാറ്റിയെന്ന്. ഹല്ലേലൂയ. ന്യായപ്രമാണം എങ്ങനെയാ അവൻ ഇസ്രായേൽ മക്കൾക്ക് കിട്ടിയത്? മോശയിൽ കൂടി. ബൈബിൾ പറയുന്നു അവൻ മോശ ന്യായപ്രമാണത്തിന്റെ മധ്യസ്ഥൻ എന്ന് ബൈബിൾ പറയുക. അവൻ അതുകൊണ്ട് പൗലോസ് പറയുമ്പോൾ അവർ സമുദ്രത്തിൽ കൂടി കടന്നു, മേഘത്തോടു കൂടി, സമുദ്രത്തിൽ കൂടി സ്നാനമേറ്റ് അവർ മോശയോട് ചേർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവനെ ദൈവം ഉയർത്തി. കണ്ണിലൂടെ വിതച്ചാൽ നീ ആർപ്പോടൊക്കെയും. അടുത്തതായിട്ടുള്ള ക്യാരക്ടറാണ് നമ്മൾ കണ്ടത്, ഒരു സാമുവൽ അല്ലേ. അവൻ സ്വപ്നം ചെയ്യുന്നു, ഒരു തലമുറയില്ലാതെ തകർന്ന് കരഞ്ഞ ഒരു സ്ത്രീ. ഹല്ലേലൂയ. എപ്പോഴും അവളുടെ എനിമി അവളെ കുത്താൻ തക്കവണ്ണം വാക്കുകൾ കൊണ്ട് വല്ലാതെ വേദനിപ്പിച്ചു. പെണ്ണിനെ അവളെ വല്ലാതെ വേദനിപ്പിച്ചു കൊണ്ടിരുന്നു. അവളുടെ വേദന മധ്യത്തിൽ ഏകദേശം ഇതിനു മുമ്പ് മുതലക്കണ്ണീർ അവളിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം അവൻ സാറിന് എപ്പോഴും അവളെ ആരാധിക്കാൻ പെരുന്നാളിന് പോകുമ്പോൾ ഇവിടെ കുത്ത് കേട്ട് കരയുകയായിരുന്നു. അന്നത്തെ കരച്ചിൽ, പിന്നീട് പോയ ഏഴി നമ്മളെ ശാസ്ത്രങ്ങളുടെ കരച്ചിൽ, അത് സാധാ കരച്ചിലായിരുന്നില്ല. ദൈവസഭയിൽ വാഗ്ദത്തങ്ങളെ പിടിച്ചുകൊണ്ടൊരു കരച്ചിലായിരുന്നു. അവള് ഫാമിലിയുടെ കൂട്ടമൊക്കെ വിട്ടിട്ട് മാറി ഒരു കോണിൽ പോയിരുന്നു. അവൾ ദൈവത്തോട് അവളുടെ സങ്കടങ്ങൾ പറയാൻ തുടങ്ങി. ദൈവത്തോട് പ്രോമിസ് വിളിച്ച് കരയാൻ പറ്റത്തില്ല. ആൾക്കാർ കേൾക്കാൻ ശബ്ദമുണ്ടാക്കാതെ കരയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളും ആരും കേൾക്കാതിരിക്കാൻ അടക്കി പിടിച്ചുകൊണ്ട് നിങ്ങൾ വിറച്ച്, അമിതം ശബ്ദം വരുന്നില്ല, പക്ഷെ നിങ്ങൾ പിതുമ്പുമ്പോൾ വിറയ്ക്കുന്നത് പോലെ കോണിരുന്ന സ്ത്രീ വല്ലാതെ കരയാൻ പറ്റുമോ? ഇല്ല. അവൻ ശബ്ദം വരുത്താൻ പറ്റുമില്ല. ആൾക്കാർ ശ്രദ്ധിക്കും. കാണാതെ അവളെ കരക്കാതെ എങ്ങനെ കുലുങ്ങുമ്പോൾ ദൂരെ ദർശനം നഷ്ടപ്പെട്ട സിംഹാസന ആ ഏലിപ്പുരവ് നോക്കിയപ്പോ കോണിയിരുന്ന് ഇരുന്ന് പറയ്ക്കുന്നു. ഇന്നലെ അപ്പോഴേക്കോ ശ്വാസിക്കാനൊക്കെ തോന്നി. അനോയിറ്റിംഗ് കയറി തോന്നിട്ട് അവിടെ തലയുടെ കഴിച്ചത് വീഞ്ഞിറങ്ങട്ടെ. ദർശനം നഷ്ടപ്പെട്ടവർക്ക് അറിയുമോ മനുഷ്യന്റെ വേദന എന്താണെന്ന്? അവൾ പറഞ്ഞു, യജമാനനെ, ഞാൻ നിജ സ്ത്രീയല്ല, നിജസ്ത്രീയെ പോലെ ഞാൻ വിചാരിക്കരുത്, ഇത് മനസ്സിന്റെ വേദനയാ. അവൾ കണ്ണീരോടെ പിടിച്ചു. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ അവൻ ഏലി പറഞ്ഞു, അവൻ നിന്റെ ആഗ്രഹം ദൈവം നിനക്ക് വേണ്ടി ചെയ്തിട്ട് ദൈവം തക്ക സമയത്ത് കണ്ണുനീര് കണ്ടു കഴിയുമ്പോ അന്ന് തിരിച്ചു പോയപ്പോൾ അവിടെ മുഖം പിന്നെ തീർത്താ പറഞ്ഞേ വാടിയില്ല. അതുകൊണ്ട് കണ്ണീരോടെ നിർദ്ദേശിച്ചാൽ, അത് എന്റെ അനുഭവം കേട്ടോ. വേദനകളുടെ ആഴങ്ങൾ വരുമ്പോൾ ചുമ്മാ പോയിട്ട് പൊട്ടിക്കറിയല്ല, വാഗ്ദത്തങ്ങളെ കുറിച്ച്
വചനങ്ങൾ നിന്റെ സംഘടനയുടെ മധ്യത്തിൽ വാക്യം സാവേ നിന്റെ ഇങ്ങനെ പറയുന്നു. പക്ഷെ എന്റെ സ്ഥിതി ഇതാ, നീ പൊട്ടിക്കരയുമ്പോൾ ബൈബിൾ പറയുക അവൻ അങ്ങനെ നീ ഒന്ന് കരഞ്ഞിട്ടിറങ്ങി വാ, എന്റെ കണ്ണ് കലങ്ങിയിരിക്കും, പക്ഷെ നിന്റെ സമാധാനം വിൽ ബി ഗ്രേറ്റ്. അവൻ അത് അനുഭവിച്ചവർ, അവനെ കരഞ്ഞവർക്കുണ്ടെങ്കിൽ ആ കരഞ്ഞിട്ട് നീ ദിവസം ഇറങ്ങി വരുമ്പോ തന്നെ നിനക്കൊരു വലിയ ധൈര്യവും വലിയ ബലവുമാ. അതിനുള്ള മറുപടി കർത്താവ് തന്നിരിക്കും. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. അവൻ സ്വന്തം ശമൂഹനെ കൊടുത്തു. അവൻ കൊടുത്തപ്പോൾ ഓടി ദിവസങ്ങളിൽ വന്നില്ല. ആ കുഞ്ഞിനെ മുലകൂടി മാറുന്നവരെ അവനെ പ്രിപ്പയർ ചെയ്യാൻ കരനുണ്ടായിരിക്കും. ആ കുഞ്ഞിനെ പ്രിപ്പയർ ചെയ്ത് അവൻ മുലകൂടി മാറിയപ്പോൾ കൊണ്ടുവന്ന് ഏരിയുടെ കയ്യിൽ പറഞ്ഞു, ഇവനായിട്ടാണ് ഞാൻ കരഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നാ പിടിച്ചു, എനിക്കല്ല നിനക്ക്. ബൈബിൾ പറയുന്നു, നേർന്നാൽ നിവർത്തിക്കാൻ താമസിക്കരുത്. നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? കടംപെട്ടിരിക്കുന്നു. സങ്കീർത്തനം ശക്തിയോടെ പറയുക, കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുമ്പോൾ, നിനക്ക് വേണ്ടി കണ്ണിൽ പ്രവർത്തിക്കുമ്പോൾ, കുഞ്ഞെ, സഹോദരി, സഹോദര, നീ ദൈവത്തോട് നേർന്നത് നീ മറന്നു പോകല്ലേ. ദൈവത്തോടുള്ള നേർച്ചകൾക്ക് നീ കടംപെട്ടിരിക്കുന്നു. ഓർക്കണം, അന്നെ കാണ്. അന്ന കൊണ്ട് ആ കുഞ്ഞിനെ ദൈവത്തിന് വലിച്ചെറിഞ്ഞു. അതിന് പകരമായി ദൈവർക്ക് വേറെ മക്കളെ കൊടുത്തു മാത്രമല്ല, ഇസ്രായേലിന്റെ ഒന്നാമത്തെ അവൻ ഗവർണറായിട്ട്, ഹല്ലേലൂയ, ഒന്നാമത്തെ ജഡ്ജായിട്ട്, ന്യായാധിപനായിട്ട് ഇസ്രായേലിന് മൊത്തം അവിടെ കുഞ്ഞിനെ ഉയർത്തുന്നു മാത്രമല്ല, നമ്മൾ വായിച്ചു, ആ കുഞ്ഞിന്റെ വായിൽ നിന്ന് വന്ന ഒറ്റ വേർഡ് പോലും ഗ്രൗണ്ടിൽ വിടാൻ ദൈവം ചെയ്തില്ല. കണ്ണീരോട് അവിടെ വിതച്ചെങ്കിലും അവൻ നേർച്ച നേർന്ന് കർത്താവിന് കൊടുത്തപ്പോൾ അവളെ ആദരിച്ചൊരു ദൈവം. ഒരുപക്ഷെ അവൻ ശമൂവേലിനടുത്ത് പാർക്കുമ്പോൾ അവൻ സ്വന്തം അന്നാദ്യം നടക്കും, അയ്യോ നമ്മുടെ അവൻ ശമൂവേലിന്റെ അമ്മയാ എന്ന് തക്കവണ്ണം അവളെ പറയത്തക്കവണ്ണം തലമുറ ഉയർത്തി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന അമ്മയപ്പന്മാരെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, നീ ഒന്ന് ഉടഞ്ഞ് പ്രാർത്ഥിക്ക്. ഈ ദേശത്തിലെ ഉന്നതികൾ നിന്റെ തലമുറയെ നടത്തുമാറാക്കുമെന്ന് മാത്രമല്ല, അവൻ സ്വന്തം നീ അവരെ കർത്താവിന് വേണ്ടി കൊടുക്ക്. അവൻ ദൈവത്തിന്റെ പ്രവൃത്തി നീ കാണാൻ മുഖാന്തരമായി തരും. നോക്കൂ, ബൈബിളിലെ ചില അമ്മമാരെ നാം കാണാനിടയായി. അവർ കണ്ണീരോടെ വിതച്ചപ്പോൾ ആർപ്പോഴൊരു കൊയ്ത്തു കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്കും വേണ്ടി അത്ഭുതം ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാ. നല്ലൊരു അമ്മയെ കുറിച്ച് ബൈബിളിലെ 31-ാം അധ്യായം പ്രോവർബ്സിൽ വായിക്കാനിടയായി. ഈ ദിവസങ്ങളിൽ സഹോദരിമാരായ അമ്മമാരായ ആരെങ്കിലും കേട്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾക്കും അതായി തീരാൻ കഴിയും. നിങ്ങളുടെ വില ആർക്കും വർത്തിക്കാൻ പറ്റില്ല. ഈ ലോകത്തിലുള്ള അമ്മയുടെ വില, അവൻ ത്യാഗം സഹിക്കുന്ന കുടുംബത്തെ കരുതുന്ന അമ്മയുടെ വില is precious. ഡയമണ്ട്സിനേക്കാൾ, മുത്തുകളെക്കാൾ ഒക്കെ വിലയേറിയതാ. Nobody can put a word price worth to it. ഇന്ന് പകൽക്കാലം സഹോദരിമാരെ, അമ്മമാരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വില ഭയങ്കരമാ. ഇന്ന് പകൽക്കാലം കണ്ണീരൊഴുക്കുന്ന, അവൻ സ്വന്തം ചെയ്യുന്നു, കണ്ണീരിൽ വിതയ്ക്കുന്ന അമ്മമാരായി മാറ്റപ്പെടുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അവൻ ഒരു ഹാഗാറിന്റെ കണ്ണുനീർ കണ്ട് ഇസ്മായിലിനെ അനുഗ്രഹിച്ചു. ഇന്ന് അവൻ സന്തതികളിൽ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവൻ ഒരു യോഗ്യതയുടെ കണ്ണുനീർ കണ്ട് അവൻ ഇസ്രായേലിന് അവൻ സ്വന്തം ന്യായപ്രമാണം കൊടുക്കുന്ന മധ്യസ്ഥനായിട്ട് മോശയെ അവരെ ഉദ്ധരിക്കുന്നവനായിട്ട് എന്റെ ദൈവം ഉയർത്തിയെങ്കിൽ, അവൻ ഒരു ഹന്നയുടെ കണ്ണുനീർ കണ്ട് അവൻ സ്വന്തം നിലവിളി കേട്ട് അവളുടെ നേർച്ച അവൻ ആദരിച്ച ദൈവം അവളുടെ മകനെ ഉയർത്തി. അവന്റെ വായിൽ നിന്ന് ഒറ്റ വാക്ക് പോലും നിർത്തി വീഴാനിടയാകാതെ ഇസ്രായേലിനെ മൊത്തം അവനെ ന്യായാധിപനാക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം കണ്ണീരിൽ നീ വിതച്ചാൽ നിനക്ക് മാർപ്പോടൊരു കൊയ്ത്ത് ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് വളർച്ചയുടെ ഈ വർഷത്തിൽ, ക്രിസ്തുവാകുന്ന തലമുറ വളരുവാൻ അവൻ സഭയായി നാം പ്രാർത്ഥിക്കുന്ന ഈ വർഷത്തിൽ നമുക്കും കണ്ണീരോടെ വിതയ്ക്കാം. ആർപ്പോടൊരു കൊയ്ത്ത് നാഥൻ വെച്ച് നമുക്ക്